CPM ഭരണ തുടർച്ചയ്ക്കായിട്ടുള്ള ശ്രമമാണ്. ഈ 24-ാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനത്തിൽ പ്രധാന തീരുമാനം ഈ ഭരണ തുടർച്ചയെക്കുറിച്ച് തന്നെയാണ്. ഇത് കേരളത്തിൽ ഏത് തരത്തിലായിരിക്കും ഇവർ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട കാര്യം. നമ്മളിപ്പോൾ വാല് പൊക്കുന്നത് കണ്ടിട്ട് അതെന്തിനാണെന്നുള്ളത് ഊഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പിണറായിയാണ് നേതൃത്വം നൽകാൻ പോകുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞു. പിണറായിയാണ് ഹിന്ദു പത്രത്തിൽ മുസ്ലിം ലീഗിനെ കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ കൊടുത്തത്, ന്യൂനപക്ഷങ്ങളെ കൊള്ളിച്ചുകൊണ്ടുള്ള. അത് ഉള്ളിലൊരു പൊള്ളലുണ്ടായതുകൊണ്ടാണ് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ ഹിന്ദു വോട്ടുകളുടെ ചോർച്ച, അതിൻ്റെ പരമ്പരാഗത ബേസിൻ്റെ ഒരു തകർച്ച ഉണ്ടായി. അപ്പോൾ ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടന്നത്. പിന്നെ പി ജയരാജൻ പുസ്തകം എഴുതി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച്. ആദ്യമായിട്ടൊരു CPM-കാരൻ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ച് സംസാരിക്കാൻ മുതിർന്നു. അതുവരെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് RSSൻ്റെ ഒരു റിയാക്ഷൻ ആണ് എന്നായിരുന്നു സഖാക്കളെ, പൊതുജനങ്ങളെ ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വന്നിട്ട് ഹിന്ദു വോട്ടുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലെ പാർട്ടി കോൺഗ്രസ് ഇപ്പോൾ മധുരയിൽ വരികയാണല്ലോ. അതിലേക്കുള്ള നയരേഖയിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ് എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അതായത് 360 ഡിഗ്രി അത്രേ പോകാൻ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റില്ല, തിരിഞ്ഞിരിക്കുന്നു അവരുടെ നയം, കാഴ്ചപ്പാട്, അവരുടെ സിദ്ധാന്തം എന്ന് പറയും 360. ഇപ്പോൾ BJP ജനാധിപത്യ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് എന്നുള്ള അംഗീകാരം വന്നിരിക്കുന്നു. പിന്നെ അതിന് തൊട്ട് പിന്നിലാണ് നിയോ ഫാഷിസ്റ്റ് അല്ല. മുതലാളിത്തം കൂടെ ചേരുമ്പോൾ ഈ ഫാഷിസ്റ്റ് പാർട്ടികൾ, ഈ മുതലാളിത്ത കാലഘട്ടമാണല്ലോ ഇത്, ആ കാലഘട്ടത്തിൽ സ്വീകരിക്കുന്ന ആ രീതിയെ പറയുന്ന, അവരുടെ പാർട്ടിയുടെ ഭാഷയിൽ പറയുന്ന പേരാണ് നിയോ ഫാഷിസ്റ്റ്. യൂറോപ്പിലെ പല ഗവൺമെൻറ്റുകളെ അങ്ങനെയാണ് വീക്ഷിക്കുന്നത്. ജോർജിയ മെലോണിയുടെ ഒക്കെ ഗവൺമെൻറ്റിനെ അതുപോലുമല്ല. അപ്പോൾ അതിൻ്റെയും പൂർവ്വരൂപമാണ് ഈ ഫാഷിസ്റ്റ്. അതൊട്ടുമല്ല. എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചങ്ങാത്തം കൂടാൻ തടസ്സങ്ങളൊക്കെ ഇല്ലാതായിരിക്കും. നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോ ഒബ്ജക്ഷൻ NOC കിട്ടിയിരിക്കുന്നു BJPക്ക്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഉടനെ BJPയോട്ട് കൂടാൻ പറ്റുമോ? സഖാക്കളതിന് തയ്യാറാവില്ല, പൊതുജനങ്ങളും തയ്യാറാവില്ല. ഇവർക്ക് വോട്ട് നഷ്ടമാകും. പക്ഷേ പതുക്കെ ഇവർ പറയാൻ പോകുന്നത് കോൺഗ്രസും BJPയും തുല്യം. പണ്ടുവർ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? പണ്ടുവർ പറഞ്ഞു രണ്ടും തുല്യ ശക്തികളാണ്. ഇപ്പോൾ കോൺഗ്രസിനോട് ഇടയ്ക്കൊന്ന് അടുത്തപ്പോഴാണ് ഇവർ ആ വ്യൂ മാറ്റിയത് യെച്ചൂരിയുടെ കാലത്ത്. ഇനി വീണ്ടും കോൺഗ്രസും അതുപോലെ തന്നെ BJPയും നമ്മുടെ ശത്രുക്കൾ തന്നെ, തുല്യ അളവിൽ എന്ന ഒരു അടവ് നയമെന്ന നിലയിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുചേർന്നുണ്ടോ ഇവർ പല സ്ഥലങ്ങളിലും, ഇന്ത്യ മുന്നണി എന്നുള്ള പേര്. അതുപോലെ BJPയുമായിട്ടും ആകാം. ആ നിലപാടിലേക്കാണ് പതുക്കെ ഇങ്ങനെ ഇവർ മാറ്റിക്കൊണ്ടുവരുന്നത്. പതുക്കെയാണ്. മധുര കോൺഗ്രസ്സിൽ ആ രീതിയിലായിരിക്കും. BJPയോട് എന്ന് വെച്ചാൽ ഒരു അടുത്ത വർഷം തൊട്ട് നമ്മളങ്ങ് കൂട്ടുചേരും എന്നല്ല, BJPയെക്കുറിച്ചുള്ള രൂക്ഷമായിട്ടൊരു വിമർശനമൊന്നും അവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. അതിരൂക്ഷമായി കോൺഗ്രസ്സിന് വിമർശനം ഉണ്ടാവും. അതാണ് ഇപ്പോഴത്തെ പിണറായി ലൈൻ. ഇപ്പോഴത്തെ പാർട്ടി ലൈൻ എന്ന് പറയുന്നത് പ്രകാശ് കാരാട്ട് ലൈനാണ്. ആ ലൈൻ എന്ന് പറയുന്നത് പിണറായി ലൈൻ. യെച്ചൂരി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ മണിക് സർക്കാരിനെ ആയിരിക്കും പുതിയ പാർട്ടി സെക്രട്ടറി ആയിട്ട് എടുക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യനാണ്. താനും വലിയ അഴിമതിയൊന്നും പൊള്ളാത്ത ഒരു മനുഷ്യനാണ്. ത്രിപുര മുഖ്യമന്ത്രിയായിരുന്നു. ത്രിപുര മുഖ്യമന്ത്രി പോയി. ഇനി അവിടെ തിരിച്ചു വരാൻ പറ്റാതെ പറ്റില്ല, തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് പണിയൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് വലിയ സൗകര്യമാണ്. ഈ പിണറായി പറയുന്നതിന് അപ്പുറം ഒന്ന് എതിർത്ത് പറയുന്ന ഉള്ള ശക്തിയൊന്നും അദ്ദേഹത്തിനില്ല. അപ്പോൾ ആ ലൈനിലൂടെ ആയിരിക്കും പാർട്ടി ഇനി പോകുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു ഷനാറിയോ എന്ന് പറയുന്നത്
ഹിന്ദുക്കളെ കുറച്ച് പേര് പാർട്ടിയിലേക്ക് ഇങ്ങനെ തിരിച്ചു വിട്ടു. പ്രത്യേകിച്ച് നമ്മുടെ ഈഴവ കമ്മ്യൂണിറ്റിയെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞു, നായർ മുതൽ നസ്രാണി വരെയുള്ളവരുടെ, അതെ അതെ, നായർ മുതൽ നമ്പൂതിരി എന്നാണ് ആദ്യം പറഞ്ഞെങ്കിൽ നായർ മുതൽ നസ്രാണി വരെയുള്ളവരുടെ ഐക്യം ഇപ്പോൾ ഏകദേശം ആയിക്കഴിഞ്ഞ്. കേരള കോൺഗ്രസുമായിട്ട് ചേർന്നപ്പോൾ CPM ആ നസ്രാണി ഐക്യം എന്നുള്ളത് യാഥാർത്ഥ്യമാക്കി. ഇനിയിപ്പോൾ വേണ്ടത് വെള്ളാപ്പള്ളി പറഞ്ഞ ഈഴവരെ കൂടി ഈഴവർക്ക് സ്ഥാനങ്ങൾ കൊടുത്തു. ഈഴവർക്ക് ഒരു സ്ഥാനവും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും. ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വെള്ളാപ്പള്ളി പറഞ്ഞത് മനസ്സിലിരുത്തിക്കൊണ്ടുള്ള നടപടികളായിരിക്കുമ്പോൾ വെള്ളാപ്പള്ളി വിചാരിച്ചാൽ ഈഴവ വോട്ടുകളെല്ലാം വരുമെന്നല്ല, പക്ഷേ ഈ ഈഴവ സമുദായത്തെ വിശ്വാസത്തിലെടുക്കുന്ന നടപടികളായിരിക്കും. അത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ്. പാർട്ടിക്ക് വോട്ട് കിട്ടുകയും ചെയ്യും, അതേസമയം BJPയുടെ ശക്തി കുറയ്ക്കുകയും ചെയ്യും. ഈഴവരെ കൂടുതലുള്ള പാർട്ടിയാണല്ലോ BDJS. ഇപ്പോൾ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ച് കഴിഞ്ഞ് പോകാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. CPMൻ്റെ കൂടെ എന്നാൽ പോരെ, അല്ലെങ്കിൽ UDFൻ്റെ കൂടെ എന്നാൽ പോരെ എന്നൊരു ചിന്ത ജൂനിയർ വെള്ളാപ്പള്ളിക്ക് വരികയും ചെയ്തു. പക്ഷേ കൂടുതൽ സ്ഥാനമാനങ്ങൾ, അത് ITDC അതിൻ്റെ ചെയർമാൻഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ സ്പൈസസ് ബോർഡ്, ഇതെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്ന റബ്ബർ ബോർഡ്, കേര ബോർഡ്, കോഫി ബോർഡ്, അങ്ങനെ ഒരുപാട് അവിടെയൊക്കെ സ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റും എന്ന ഒരു വാഗ്ദാനം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത് ഈഴവരെ കിട്ടാൻ വേണ്ടിയിട്ട് CPMഉം മറുവശത്ത് BJPയും നടത്തുന്ന ഒരു പ്രകടന നയമായിരിക്കും. മുസ്ലിം പ്രകടനം എന്നുള്ളത് തൽക്കാലത്തേക്ക് ഇവർ റെഫ്രിജറേറ്ററിൽ എടുത്തു വെക്കും പ്രകടനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് UDFൻ്റെ കൂടെ തുടരുകയും ചെയ്യും. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ശക്തി ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള ശ്രമം CPM നടത്തും. ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള ശ്രമം ഇവർ നടത്തുകയും ചെയ്യും. നടത്തി അങ്ങനെ UDF അധികാരത്തിൽ വരാതിരിക്കാനുള്ള ശ്രമം. മറുവശത്ത് ഈ തമ്മിലടി കൊണ്ട് കോൺഗ്രസിനുണ്ടാകുന്ന നഷ്ടം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ലാഭമാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും നടക്കുക. അപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കുമെന്നുള്ളതാണ്. വോട്ട് ഭിന്നിപ്പിക്കുക, അതാണ് ഇപ്പോൾ പറയുന്നുണ്ട്, അവർ തന്നെ പറയുന്നുണ്ടത് രഹസ്യമായിട്ടെങ്കിലും. വോട്ട് ഭിന്നിപ്പിക്കാതെ അവർക്ക് വരാൻ പറ്റില്ല അധികാരത്തിൽ. അതിനുള്ള ശ്രമങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ BJPക്ക് കുറച്ച് ശക്തി കൂടിയാൽ കുഴപ്പമില്ല. അതാണല്ലോ BJP CPM അന്തർധാര. ഇപ്പോൾ അല്ല, വേറെ കാര്യം കൂടെ നമ്മൾ ഇപ്പോൾ പോയിരിക്കുന്നത് CPMൻ്റെ വോട്ട് BJPയിലേക്കാണ് പോയത്. അത് മാറ്റിക്കൊണ്ട് BJPയിലേക്ക് പോയ വോട്ട് CPM തിരിച്ചെടുക്കും. അതോടൊപ്പം UDFലെ കുറേ വോട്ടുകളും കൂടി BJPയിലേക്ക് പോകും. അല്ലല്ല, BJPയിലേക്കല്ല പോകുന്നത്, CPMലേക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുണ്ട്. CPM പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ മൂന്നാം വട്ടവും അധികാരത്തിൽ വരിക. അതിനോടൊപ്പം തന്നെ ലീഗിനാണ് ഈ ശശി തരൂരിനെയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ തരത്തിലുള്ള ഒരു വോട്ടാണ്. ആ UDFിലുള്ള പ്രത്യേകിച്ചും ഈഴവ വോട്ടുകൾ അതുപോലതായിട്ടില്ല. അവിടെ നായർ വോട്ടുകൾ, അങ്ങനെയുള്ള വോട്ടുകളൊക്കെ ആയിരിക്കും അവർ പിടിക്കാൻ ശ്രമിക്കുക. അതോടുകൂടി മുസ്ലിം ലീഗ് മാത്രമായിട്ട് UDF മാറുകയും ചെയ്യും. മുസ്ലിം ലീഗ് ആണെങ്കിൽ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ കേരളീയർ ഇഷ്ടപ്പെടുകയും ചെയ്യത്തില്ല. ലീഗിന് മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. ഇവർ CPMകാർ. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. വെൻ യു ആർ നോട്ട് ഏബിൾ ടു കൺവിൻസ്, ജസ്റ്റ് കൺഫ്യൂസ്. ആ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലവർ വിജയിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.